നമസ്കാരം സാർ. നമുക്കൊക്കെ അറിയാം വൈക്കം നമസ്കാരം. സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷികം നടക്കുകയാണ്. അപ്പം ഇതാ ചരിത്രപരമായ ഒരു തീരുമാനം നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. സംസ്ഥാന സർക്കാർ അതിന് പച്ചക്കൊടി വീശുന്നു. ജാതി തിരിച്ചുള്ള എതിരേൽപ്പ് ഒഴിവാക്കുന്നു. എല്ലാ ഭക്തർക്കും ഇനി മുതൽ വൈക്കം ക്ഷേത്രത്തിൽ വിളക്കെടുക്കാം. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഒരു നിലപാട്? ഇത് വളരെ മുമ്പ് തന്നെ നടപ്പിലാക്കേണ്ടിയിരുന്ന ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത് രാജഭരണകാലത്ത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ കാലത്തുണ്ടായിരുന്ന ഒരു അനാചാരത്തിനെതിരെ അന്നത്തെ ഹൈന്ദവ സമുദായ സംഘടനകൾ, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള വഴിയിലൂടെ വഴി നടക്കുവാനുള്ള അവകാശം ഇല്ല എന്നുള്ള അന്നത്തെ വ്യവസ്ഥിതിക്കെതിരെ ശ്രീനാരായണ ഗുരുദേവന്റെയും അതോടൊപ്പം തന്നെ സഹോദരൻ അയ്യപ്പന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവിടേക്കൊരു മാർച്ച് നടത്തുകയും അവിടെ സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സത്യാഗ്രഹത്തിന് പിന്തുണ നൽകിക്കൊണ്ടാണ് നമ്മളൊക്കെ പറയുന്ന സവർണ വിഭാഗം എന്ന് പറയുന്ന നായർ സമുദായത്തിന്റെ ആചാര്യനായിട്ടുള്ള ബഹുമാനപ്പെട്ട മന്നത്ത് പത്മനാഭൻ അവരുടെ നേതൃത്വത്തിൽ ഒരു സവർണ ജാഥ ഈ സത്യാഗ്രഹ പന്തലിലേക്ക് ചെല്ലുകയാണ്. അതെന്തിനു വേണ്ടിയാ? അതിനെ ഇല്ലാതാക്കാനല്ല. ആ ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങൾ ആവശ്യപ്പെടുന്ന ഈ ഒരു കാര്യം ഇത് മനുഷ്യൻ ആവശ്യമുള്ള കാര്യമാണ്, അത് ഈ ഹൈന്ദവ സമൂഹത്തിൽ നടപ്പിലാക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് എല്ലാവരും പറഞ്ഞിരുന്ന സവർണ സമുദായം എന്ന് പറഞ്ഞിരുന്ന നായർ സമുദായത്തിന്റെ നേതൃത്വത്തിൽ, മന്നത്ത് ആചാര്യന്റെ നേതൃത്വത്തിൽ ഈ വൈക്കം സത്യാഗ്രഹ പന്തലിലേക്ക് ഒരു വലിയ സവർണ ജാഥ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെന്നിട്ടുണ്ടായിരുന്നു. ആ മന്നത്താചാര്യന്റെയും ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമികളുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും അതോടൊപ്പം തന്നെ സഹോദരൻ അയ്യപ്പൻ അടക്കമുള്ള അയ്യ വൈകുണ്ഠസ്വാമി അടക്കമുള്ള ആളുകളുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അന്നത്തെ ജാതീയമായിട്ടുള്ള നിരവധി അനാചാരങ്ങൾ ഹൈന്ദവ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ആ സമരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. 1924 മാർച്ച് 30 തുടങ്ങിയ സമരം 603 ദിവസമാണ് നീണ്ടു നിന്നത്. ആ സമരത്തിലേക്ക് മഹാത്മാഗാന്ധി അടക്കമുള്ള ആളുകൾക്ക് പിന്തുണയുമായിട്ട് വരേണ്ടി വന്നിട്ടുണ്ട്. കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സ് എന്താണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിനടക്കം ഈ സമരപ്പന്തലിലേക്ക് വരേണ്ടി വന്നു. വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി അദ്ദേഹം പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട്, മഹാത്മാഗാന്ധി അടക്കമുള്ള ആളുകൾ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അവിടെ ജനകീയമായ മാനുഷികമായ ചില പരിഷ്കാരങ്ങൾ നടത്തേണ്ടതുണ്ട്, അത് അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് 100 വർഷം വരെ ഇവരിത് കാത്തുനിന്നത്? ആ രാജഭരണത്തിന് ശേഷം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ലേ? അവിടുന്ന് ഇങ്ങോട്ട് നിരവധി ജനാധിപത്യ സർക്കാരുകൾ കേരളത്തിൽ വന്നിട്ടുണ്ടല്ലോ. അത് ഇടതുപക്ഷമാണെങ്കിലും ശരി, വലതുപക്ഷമാണെങ്കിലും ശരി. എത്രയോ ജനകീയ സർക്കാരുകൾ ഈ കേരളം ഭരിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരന്റെ വോട്ട് വാങ്ങി ഈ കേരളത്തിൽ അധികാരത്തിലെത്തിയിട്ടുള്ള 2 മുന്നണികളുമില്ലേ? എന്തുകൊണ്ട് അവർ അധികാരത്തിലെത്തിയപ്പോൾ ദേവസ്വം ബോർഡ് രൂപീകരിച്ചപ്പോൾ ആ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ഉണ്ടാവില്ല എന്ന് അവര് തീരുമാനമെടുക്കാൻ അവരെന്തുകൊണ്ട് വൈകി? ആ തീരുമാനമെടുക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഇവിടുത്തെ ആചാര്യ സഭയുമായിട്ട് കൂടിയാലോചിച്ച് ഒരു ഗവൺമെന്റും ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ വേണ്ടി തയ്യാറായിട്ടില്ല? രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പല അനാചാരങ്ങളെയും മൂടി വെച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഇത് നടപ്പിലാക്കിയത് ഇവിടുത്തെ ജനാധിപത്യ സർക്കാരുകളല്ലേ? എന്റെ ചോദ്യം അതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഏറ്റവും വലിയ ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ട ആചാര്യന്മാർ വരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ജന്മം കൊണ്ടല്ല ബ്രാഹ്മണ്യം നേടേണ്ടത്, കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം നേടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്ഷേത്ര സംരക്ഷണ സമിതി ഭരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഒന്നും തന്നെ ജന്മം കൊണ്ട് ബ്രാഹ്മണ്യം നേടിയവരല്ല, കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം നേടിയ നിരവധി ആളുകൾ പൂജ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ആചാര്യസഭയുമായിട്ട് ചേർന്ന് ആലോചിച്ചിട്ട്. ഞാൻ പറയുന്ന വാക്ക് അവിടെയാണ്. ഈ ഹൈന്ദവ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അനാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റുവാൻ വേണ്ടി ഒരു സർക്കാർ ഒറ്റയടിക്ക് നേരിട്ട് ഇടപെടുകയല്ല വേണ്ടത്, മറിച്ച് ഹൈന്ദവ സമൂഹത്തിലെ ആചാര്യന്മാരുമായി കൂടിയാലോചിച്ച് അവരുടെ അഭിപ്രായങ്ങൾ തേടി അവരുടെ അഭിപ്രായത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ ഇന്ന് വരെ കേരളത്തിൽ ഭരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ജനകീയ സർക്കാർ, ജനാധിപത്യ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ഇല്ലല്ലോ. ശബരിമലയില് സ്വന്തം പാർട്ടിയുടെ ചില താല്പര്യങ്ങൾ നടപ്പിലാക്കാനല്ലേ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുള്ളത്? ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്
വനിതകൾക്ക് ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നവോത്ഥാന മതിൽ കെട്ടി ഇവിടെ. ആ വനിതാ മതിൽ കെട്ടിയപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള നിരവധി ആളുകളുടെ വിഷ്വലുകൾ നിങ്ങളടക്കമുള്ള അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ, പത്രദൃശ്യ മാധ്യമങ്ങൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മുഖമടക്കം മറച്ച് പർദ്ദ ധരിച്ചിട്ടുള്ള സ്ത്രീകളെ വരെ കൊണ്ടുവന്നിട്ടാണ് ആ വനിതാ മതിൽ കെട്ടിയിട്ടുള്ളത്. എന്താ, ആ സ്ത്രീകൾക്ക് നവോത്ഥാനം ആവശ്യമില്ലേ? അപ്പോ കുറെ കാലങ്ങൾക്ക് ശേഷം എന്താണോ ഇപ്പോ വേണ്ടത് എന്നുള്ളത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ മാത്രം ചിന്തിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, അധികാരത്തിലെത്തിയിട്ടുള്ള 57-ലുള്ള കേരളത്തിൽ ആദ്യത്തെ ജനകീയ സർക്കാർ വന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ. എന്തുകൊണ്ട് അന്ന് അദ്ദേഹം ഇത്തരത്തിലുള്ള അനാചാരങ്ങളെ എതിർത്തിട്ടില്ല? എന്തുകൊണ്ട് വൈക്കം ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആചാരം അത് അനാചാരമാണ്, ഹൈന്ദവ സമൂഹം എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റ ജനതയായിട്ട് നിന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ സ്വീകരണം നടത്തേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല? അതിനുശേഷം വന്നിട്ടുള്ള ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇത് കേരളത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഈ കേരളത്തിലെ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ദേവസ്വം ബോർഡല്ലേ എഴുതി വെച്ചിട്ടുള്ളത്, അല്ലേ? സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ഒരാളും ഒരു നേതാക്കളും അത്തരം കാര്യം പറയാൻ പോയിട്ടില്ലല്ലോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ണിക്കണ്ണൻ ഉണരണമെങ്കിലും ഉറങ്ങണമെങ്കിലും യേശുദാസിന്റെ പാട്ട് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ യേശുദാസിന് ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചതാരാ? സംഘപരിവാറല്ല, കേരളത്തിലെ ജനാധിപത്യ സർക്കാരുകളാണ്. അപ്പൊ ഇവിടുത്തെ അനാചാരങ്ങൾ മുഴുവൻ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടുത്തെ ജനാധിപത്യ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് തന്നെയാണ്. ഒരു തർക്കവുമില്ല കാര്യത്തില്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. 100 വർഷം പിന്നിടേണ്ടി വന്നു. വൈക്കം സത്യാഗ്രഹം നടന്ന് 100 വർഷം പിന്നിടേണ്ടി വന്നു ഇതിനൊരു മാറ്റം വരുത്താൻ. എന്തിനാണെന്ന് ഗുരുദേവനും മന്നത്താചാര്യനും സഹോദരൻ അയ്യപ്പൻ അടക്കമുള്ള ആളുകൾ വൈക്കം സത്യാഗ്രഹം നടത്തിയെന്തിനാ? ജാതി വ്യത്യാസമില്ലാതെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാനും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വഴിയിലൂടെ യാത്ര വഴി നടക്കുവാനുമുള്ള ഹൈന്ദവ സമൂഹത്തിന് എല്ലാവർക്കും തുല്യ അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു അത്. അത്തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള സമരം നടത്തിക്കഴിഞ്ഞ് അതിൽ വിജയം കണ്ടിട്ട് പോലും പിന്നീട് വന്നിട്ടുള്ള ജനാധിപത്യ സർക്കാരുകൾ വീണ്ടും ജാതീയമായ വേർതിരിവ് ഉണ്ടാക്കാനാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ശ്രമിച്ചിട്ടുള്ളത്, ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയല്ല ഗവൺമെന്റ് ഭരിക്കുന്നത്, അവർക്ക് 100 വർഷം കഴിയുമ്പോഴേ ബോധോദയം ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ കാരണം. ഇതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല ദേവസ്വം ബോർഡിൻ്റെത്. ഇത് ചരിത്രപരമായ തീരുമാനമേ അല്ല. ചരിത്രപരമായിട്ടുള്ള തീരുമാനം അന്ന് 1924 നടന്നിട്ടുള്ള വൈക്കം സത്യാഗ്രഹ സമരത്തിലൂടെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു ജനാധിപത്യ ഗവൺമെന്റും തയ്യാറായില്ല. അവിടെ ഗവൺമെന്റുകൾ പരാജയപ്പെട്ടു. വോട്ട് ബാങ്കുകൾ നോക്കി. ഹൈന്ദവ സമൂഹത്തെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് നിർത്തിയെങ്കിൽ മാത്രമേ ഇവിടെ രാഷ്ട്രീയപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തീരുമാനമെടുക്കാൻ 100 വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നത് എന്നാണ് എനിക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. തീർച്ചയായും ആ തരത്തിൽ താങ്കൾ ആ വിഷയത്തെ അഡ്രസ് ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഇതൊരു ചരിത്രപരമായ തീരുമാനമല്ലാതെ പോയത് എതിർക്കാൻ ആളില്ലാതിരുന്നത് കൊണ്ടല്ലേ? ഞാൻ തീർച്ചയായിട്ടും സംഘപരിവാർ അല്ലെങ്കിൽ BJP RSS തീർച്ചയായിട്ടും അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എതിർക്കാൻ തീർച്ചയായിട്ടും ആളില്ലാതെ പോയി എന്ന് തോന്നിയിട്ടില്ലേ? തീർച്ചയായിട്ടും കേരളത്തിലെ ഹൈന്ദവ സമൂഹം വിഘടിച്ച് പല തട്ടുകളായിട്ട് അവരെ ജാതിയുടെ പേരിലും അല്ലാതെയും ഇവിടുത്തെ ജനാധിപത്യ ഗവൺമെന്റുകൾ നിർത്തിയതിന്റെ ഭാഗമായി കുറെ കാലം ഇതിനെ സംഘടിതമായിട്ട് എതിർക്കാനോ ഇത്തരം ആവശ്യങ്ങൾ പറയുവാനോ ഹൈന്ദവ സമൂഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ കാലഘട്ടത്തിന് മാറ്റം വന്നു തുടങ്ങി. ഇന്ന് ഹൈന്ദവ സമൂഹം കുറേശ്ശെ സംഘടിക്കാൻ തുടങ്ങുന്നു. ആ സംഘടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കകം നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും ഈ കേരളത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗം തന്നെയാണ് ഈ വൈക്കം ക്ഷേത്രത്തിലും ദേവസ്വം ബോർഡിന് ഇത്തരത്തിലുള്ള തീരുമാനമെടുക്കാനുള്ള ഒരു മാർഗത്തിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ളത്.